കർത്താവ് പറഞ്ഞത് ഞാൻ പടകിനകത്ത് നിന്നും വചനം പറയും. അപ്പോൾ പത്രോസ് ചിന്തിക്കുകയാണ്, ഈ പ്രസംഗിച്ച എങ്ങനെ ഇത്രയും നേരം ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ട് കിട്ടാത്ത മീന് ഈ പുള്ളി കയറി നിന്ന് പ്രസംഗിച്ചാൽ എവിടെ നിന്ന് വരാനാ? നമ്മുടെ പല ചോദ്യങ്ങൾ ഇതാണ്. വചനം കേട്ടുകൊണ്ടിരുന്ന വിടുതൽ നടക്കും. ദൈവവചനം ജീവനുള്ള വചനമാണ്. അത് മനുഷ്യൻ പറയുന്നതല്ല, അത് പരിശുദ്ധന്മാൻ എഴുതപ്പെട്ടതാണ്. വചനം കേട്ടാൽ മാത്രമേ വിടുതൽ നടക്കൂ. ദൈവവചനം നിന്നെ മാറ്റും, നിന്റെ പലതിനെ മാറ്റും, നിന്റെ സ്ഥിതിയെ മാറ്റും. ദൈവവചനം പലതിനെയും അടിമുടി ചേഞ്ച് ചെയ്യും. ഈ വചനം കേട്ടാൽ മാത്രമേ വിടുതൽ നടക്കൂ. പക്ഷെ വചനം കേട്ടാൽ മാനസാന്തരം ഇല്ലാത്ത ചിലതുണ്ട്. എത്ര വചനം കേട്ടാലും ഉൾക്കൊള്ളാതെ ഗ്രഹിക്കാതെ കിടക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഇന്ന് പകല് ആത്മാ പറയുന്നു, നീ കേൾക്കേണ്ട രീതിയിൽ ഗ്രഹിച്ച് അതിനെ ഓണർ ചെയ്ത് മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ, അങ്ങനെ ഒരു മാനമുള്ളവനായി നീ ഇരിക്കുകയാണെങ്കിൽ ഈ ദൈവവചനം നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റും. നിന്റെ ലൈഫിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ വചനത്തിന് സാധിക്കും.